നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ. ഈ ടേബിൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട്, അതുപോലെ ഗിവൺ മാസ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് മോൾസ് മോളുകളുടെ എണ്ണം തന്നിട്ടുണ്ട്, വോളിയം STP തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ സബ്സ്റ്റൻസ് ഏതൊക്കെയാണ്? എന്താ H2 ആണ് തന്നിരിക്കുന്നത്. H2 ആകുമ്പോൾ മോളിക്കുലാർ മാസ് എത്ര വരും? മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2 ആണ് വരുന്നത് ഇല്ലേ? മോളിക്കുലാർ മാസ് 2 ആണ്. ഗിവൺ മാസ് ഇവിടെ തന്നിട്ട് 10 ഗ്രാം ആണ്. നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഇക്വേഷൻ കണ്ടായിരുന്നു അല്ലേ? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ്? ഗിവൺ മാസ് അല്ലേ? ഇക്വേഷൻ പഠിക്കണം കേട്ടോ. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ എന്താണ്? മോളാർ മാസ് അല്ലേ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. ക്ലിയർ ആയല്ലോ. ഇവിടെ ഗിവൺ മാസ് 10 ആണ് തന്നിട്ടുണ്ട്. ദെൻ മോളാർ മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 2 ഗ്രാം ആണ് അല്ലേ? അപ്പോൾ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 10/2 എന്ന് വരും. മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞത്? 10/2 എന്ന് വരും. അപ്പോൾ എത്രയാണ്? നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ 5 വരും. ക്ലിയർ ആയല്ലോ. വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം 1 മോളിലുള്ള വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 22 ആണ് ഇല്ലേ? അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മതി. ഇവിടെ നമ്മൾ വോളിയം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 5 മോളാണ്. 5 × 22.4 കേട്ടോ. 1 മോളിലുള്ള നമുക്കറിയാം കേട്ടോ. 1 മോളിലുള്ള എത്രയാണ്? വോളിയം എത്രയാണ്? 22.4 ലിറ്റർ ആണെന്ന് അറിയാം. അപ്പം 5 മോളിലാണ് 5 × 22.4. അതാണ് ഇവിടെ 112 ലിറ്റർ എന്ന് വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്തതാണല്ലേ. മോളിക്കുലാർ മാസ് എത്രയാണ് വരുന്നത്? 44 ആണ് വരുന്നില്ലേ? കാർബൺ 12 ആണ്. ഓക്സിജൻ എത്ര വരും? O2 ആയതുകൊണ്ട് 32 വരും. അപ്പം 44 വരും മോളിക്കുലാർ മാസ്. മോളാർ മാസ് എന്ന് പറയുമ്പോൾ 44 ഗ്രാം വരും. ദെൻ ഗിവൺ മാസ് 440 ഗ്രാം തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ്? 440 ഡിവൈഡഡ് ബൈ എത്രയാണ്? 44 ചെയ്യുക ഇല്ലേ? അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ആൻസർ 10 വരും. മനസ്സിലായല്ലോ? 10 ആണ് വരുന്നത്. ഇനി വോളിയം എങ്ങനെ കണ്ടുപിടിക്കണേ? 10 × 22.4. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അതായത് 10 × 22.4 ചെയ്യുക. അപ്പോൾ എത്ര വരും? 224 എന്ന് വരും. അപ്പോൾ ഇവിടെ ആൻസർ എത്രയാണ്? 224 ലിറ്റർ എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി NH3 അമോണിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണല്ലോ. എത്ര വരും? 17 വരും അല്ലേ? നൈട്രജൻ്റെ 14 ആണ്, ഹൈഡ്രജൻ 3, അങ്ങനെ 17 വരും. ദെൻ നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് എത്രയാണ്? 340 ആണ്. 340 ഡിവൈഡ് ബൈ 17 കേട്ടോ. ചെയ്യുമ്പോൾ കിട്ടുന്നത് 20 ആണ് വരുന്നത് കേട്ടോ. 20 വരും. അപ്പോൾ വോളിയം എങ്ങനെയാണ് വരുന്നത്? 20 × 22.4 വരും ഇല്ല? അപ്പോൾ എത്രയാണ് വരുന്നത്? 448 എന്ന് വരും കേട്ടോ. 448 ലിറ്റർ. മനസ്സിലായല്ലോ. അപ്പം ഈ ഇക്വേഷൻ കേട്ടോ, നമ്പർ ഓഫ് മോൾസ് കാണാൻ ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് പഠിക്കുക.